കഴിഞ്ഞ ദിവസം AICC ആസ്ഥാനത്ത് വന്ദേ മാതരം മുഴുവനായും തന്നെ പാടിയിരുന്നു. മുഴുവനായും പാടുന്നതിനിടക്ക് അത് നിർത്താൻ വേണ്ടിയിട്ട് സോണിയാഗാന്ധി ശ്രമിച്ചിരുന്നു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുക. പക്ഷേ നിർത്താൻ വേണ്ടി അങ്ങനെ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ പ്രശ്നമുള്ളത്, വന്ദേ മാതരം എന്ന് പറയുന്നത് ഒരു ദേശഭക്തി ഗാനമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഗാനം പാടുമ്പോൾ അത് ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറ്റകരമായിട്ടുള്ള ശിക്ഷയാണ്. അതുകൊണ്ട് ജയറാം രമേശ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഉന്നതനായിട്ടുള്ള നേതാവ് അദ്ദേഹം പുറത്തു വന്ന് പറഞ്ഞത് മല്ലികാർജുൻ ഖാർഗെക്ക് ഒരു കസേര എടുത്തു കൊടുക്കാനാണ് നമ്മുടെ പ്രിയപ്പെട്ട സോണിയാഗാന്ധി പറഞ്ഞത് എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വന്ദേ മാതരം പാടുന്നത് ഒരു പ്രശ്നമാകുന്നത് അല്ലെങ്കിൽ അത് വിവാദമാകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യം അറിയേണ്ടത്. വന്ദേ മാതരത്തിലെ ഏതെങ്കിലും വരികൾ അത് 2 സ്റ്റാൻസകൾ നേരത്തെ തന്നെ പാടാമെന്നുണ്ടായിരുന്നു. 1937 കൽക്കട്ടയിൽ വെച്ച് നടന്നിട്ടുള്ള CWC മീറ്റിങ്ങിൽ കോൺഗ്രസിൻ്റെ പ്രത്യേക വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ വെച്ചിട്ട് ഗാന്ധിജിയും അതുപോലെ രവീന്ദ്രനാഥ ടാഗോറും ഒക്കെ തന്നെ പങ്കെടുത്ത ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ 2 സ്റ്റാൻസകൾ പാടിയാൽ മതി എന്ന് തീരുമാനിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബാക്കിയുള്ള ഭാഗങ്ങളിൽ അത് ഇന്ത്യയെ തന്നെ ഭാരതമാതാവിനെ തന്നെ ദുർഗയായും അതുപോലെ ലക്ഷ്മിയുമായും ഒക്കെ ഒരു ഉപമിച്ചുകൊണ്ടുള്ള ചില വരികളുണ്ടായിരുന്നു. ആ വരികളൊന്നും പാടുന്നതിന് ആർക്കും പ്രശ്നമില്ല. പക്ഷെ അതൊരു ഒഫീഷ്യലി ഔദ്യോഗികമായി പാടണമെന്ന് നിർബന്ധിക്കുക വയ്യ എന്ന് പറയുന്ന ഒരു തീരുമാനമാണെന്ന് എടുത്തത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത്തരത്തിലുള്ളൊരു ടോളറൻസ്, സഹിഷ്ണുത ഇന്ത്യ പോലൊരു രാജ്യത്തിന് വളരെ വളരെ ആവശ്യമാണ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ നാട്ടിലെ ഏകദൈവ വിശ്വാസികളായിട്ടുള്ള നിരവധി മതക്കാരുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടേതല്ലാത്ത ദൈവങ്ങളെ, ഹിന്ദു ദൈവങ്ങളെയൊക്കെ തന്നെ ഭാരതാംബയായി ഉപമിക്കുന്നതും ആ ഭാരത മാതാവിനോട് ഉപമിക്കുന്നതും അതിനെ ഒരു പ്രാർത്ഥന പോലെ ചൊല്ലുന്നതുമൊക്കെ തന്നെ അവർക്ക് ബുദ്ധിമുട്ടായാലോ അവരുടെ വിശ്വാസങ്ങളെ ഹനിച്ചാലോ എന്ന് വെച്ച് വളരെ വിശാലമായിട്ടുള്ള ഒരു സഹിഷ്ണുതയുടെ അർത്ഥത്തിലാണ് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തത്. ആ തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് അത് ഇന്ത്യയുടെ നിലനിൽപ്പിന് തന്നെ വളരെ ആവശ്യമായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു. കാരണം ലോകത്തുള്ള വലിയ പത്രങ്ങളടക്കം വാഷിങ്ടൺ ടൈംസും ന്യൂയോർക്ക് ടൈംസും അടക്കമുള്ള വാഷിങ്ടൺ പോസ്റ്റും ന്യൂയോർക്ക് ടൈംസും അടക്കമുള്ള നിരവധി പത്രങ്ങളടക്കം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ള ഒരു 10-20 കൊല്ലത്തോളം അവരിൽ പലരുമൊക്കെ വിചാരിച്ചിരുന്നത്, വലിയ രാഷ്ട്രീയ നിരീക്ഷകരുമൊക്കെ തന്നെ വിചാരിച്ചിരുന്നത് ഇന്ത്യക്ക് അധികകാലം ഇങ്ങനെ പോകാൻ കഴിയില്ല എന്നാണ്. കാരണം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ചില പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ മറ്റു രാജ്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ആ രാജ്യങ്ങളിലൊക്കെ തന്നെ ഒരേ ഭാഷ സംസാരിക്കുന്നവരാണ്, അല്ലെങ്കിൽ അവരെല്ലാവരും തന്നെ മിക്കവാറും രാജ്യങ്ങളിൽ ഒരേ ഭാഷ സംസാരിക്കുന്നവർ, അല്ലെങ്കിൽ 1-2 ഭാഷ സംസാരിക്കുന്നവർ, ഇത്തരത്തിലുള്ള ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഭൂപ്രദേശങ്ങൾ തമ്മിൽ ഒരു സാമ്യം ഉണ്ടാകും, അല്ലെങ്കിൽ അവരുടെ കൾച്ചറുകൾ തമ്മിൽ വലിയ സാമ്യം ഉണ്ടാകും എന്നൊക്കെ ഉള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു രാജ്യമല്ല. യഥാർത്ഥത്തിൽ ഇതൊരു ഉപഭൂഖണ്ഡമായി തന്നെ നമുക്ക് കണക്കിലെടുക്കാൻ കഴിയുന്ന ഒരു രാജ്യം കൂടിയാണ്. വിവിധ ഭാഷകൾ, വിവിധ സംസ്കാരങ്ങൾ, യാതൊരു വിധത്തിലും യോജിപ്പില്ലാത്ത സംസ്കാര രീതികൾ, ഭക്ഷണ രീതികൾ, ഇങ്ങനെ നിരവധി വ്യത്യാസങ്ങൾ നമ്മുടെ കാര്യത്തിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നിലനിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സഹിഷ്ണുത എന്ന് പറയുന്നത് വളരെ വളരെ ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഗാന്ധിജിയുടെയും ഒക്കെ നേതൃത്വത്തിൽ അന്ന് അത്തരത്തിലുള്ളൊരു തീരുമാനമെടുത്തിട്ടുള്ളത്. ആ തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോഴും ഈ പറയുന്ന വന്ദേ മാതരം ഒരു 2 സ്റ്റാൻസകൾ മാത്രം പാടിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം BJP ഗവൺമെൻറ് അധികാരത്തിലേക്ക് വന്നതിന് ശേഷം ഒരു 10-20 കൊല്ലമായി അവർ വളരെ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വൈവിധ്യങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യമല്ല അവർ പ്രതീക്ഷിക്കുന്നത്. അവർ പ്രതീക്ഷിക്കുന്നത് ഒരു ഏകസമാനമായിട്ടുള്ള ഒരു രാജ്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരേ കൾച്ചറുള്ള, ഒരേ തരത്തിൽ ഉള്ള ദൈവങ്ങളെ ആരാധിക്കുന്ന രീതിയിലുള്ള ഒരു കൾച്ചറുള്ള ഒരു രാജ്യമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ബിസിനസ്സിലൊക്കെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ ഒരു അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടറിനെ ആരെങ്കിലുമൊക്കെ തന്നെ ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ വലിയ ഗ്രോത്ത് നേടും എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ബൈജൂസ് ആപ്പ് പോലൊരു ആപ്പ് വന്നപ്പോൾ പലതരത്തിലായി ചെതറിക്കിടക്കുന്ന ചെറിയ ചെറിയ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകളെയും ട്യൂഷനുകളെയും ഒക്കെ തന്നെ യോജിപ്പിച്ചുകൊണ്ട് ഒരു വലിയ റെവല്യൂഷൻ ഉണ്ടാക്കാനാണ് അവർ ശ്രമിച്ചത്. അതിൽ ഏറെക്കുറെ ഒരു പരിധിവരെ അവർ വിജയിക്കുകയും പിന്നീട് തകർന്നു പോവുകയും തന്നെ ചെയ്തു. നമ്മൾ പല കോഫി ഷോപ്പുകളൊക്കെ തന്നെ ഇത്തരത്തിൽ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഫേ കോഫി ഡേ തുടങ്ങിയത്. അതുപോലെ തന്നെ നേരത്തെ നമുക്കറിയാം ചെറിയ ചെറിയ ബേക്കറി
ബേക്കറികൾ ഉണ്ടായിരുന്നു. ഇപ്പം അത്തരത്തിലുള്ള ബേക്കറികൾക്ക് പകരം KR ബേക്കറി പോലെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ വന്നത് അതൊക്കെ തന്നെ ഒരു കുറെ കൂടി ഒരു ഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നറിയാം. രാഷ്ട്രീയത്തിലും അത്തരത്തിൽ ഒരു ഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് നീങ്ങുകയും ഒരേപോലെയുള്ള താല്പര്യങ്ങൾ ആളുകൾക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ആശയങ്ങളും അതുപോലെ തന്നെ അവരുടെ ഇലക്ഷന് ജയിക്കലുമൊക്കെ കുറേ കൂടി എളുപ്പമാണ്, ആശയങ്ങൾ സെല്ല് ചെയ്യാനൊക്കെ എളുപ്പമാണ്. നമ്മുടെ രാജ്യത്ത് ലോകത്തൊക്കെ തന്നെ പലതരത്തിലുള്ള സൗന്ദര്യ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ച് പേർ മെലിഞ്ഞ ആളുകളാണ് സുന്ദരികൾ എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ കുറേ ഭാഗങ്ങളിൽ, ഇന്ത്യ അടക്കമുള്ള ഭാഗങ്ങളിൽ തടിച്ച ആളുകളാണ് സൗന്ദര്യം എന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സൗന്ദര്യ സങ്കല്പങ്ങളൊക്കെ തന്നെ മാറ്റി ലോകമെമ്പാടും ഒരേ സൗന്ദര്യ സങ്കല്പമായപ്പോഴാണ് അവർക്ക് പലപ്പോഴും മെലിയാനുള്ള പ്രൊഡക്റ്റുകളും ഈ പറയുന്ന ഗ്രീൻ ടീ അടക്കം, ട്രെഡ്മില്ലുകളടക്കം, വെളുക്കാനുള്ള ക്രീമുകളടക്കം ഒക്കെ തന്നെ വിറ്റു തുടങ്ങിയത്. അല്ലാതെ ഒരാൾക്ക് വെളുപ്പാണ് സൗന്ദര്യം, മറ്റൊരാൾക്ക് കറുപ്പാണ് സൗന്ദര്യം എന്ന് പറയുന്ന വൈവിധ്യമുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റൊക്കെ തന്നെ വിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതേപോലെ തന്നെ രാഷ്ട്രീയത്തിലും ഒരു ഏകദാനമായിട്ടുള്ള ഒരു ശൈലി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് BJP ഒക്കെ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ സഹിഷ്ണുത ഇല്ലാതാവുകയും യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഒരു ഏകശിലാത്മകമായിട്ടുള്ള ഒരു രൂപത്തിലേക്ക് ഇന്ത്യയെ തന്നെ എത്തിക്കാനുമുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഭാരതാംബ മുതൽ ഏക സിവിൽ കോഡ് മുതൽ നിരവധി കാര്യങ്ങൾ ചെയ്യുന്നത് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അവരുടെ ഉദ്ദേശം ഇത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് ഇത്തരത്തിൽ കൊണ്ടുവരാൻ കഴിയും. മറ്റത് വേറൊരു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളെയൊക്കെ തന്നെ അവർക്കൊരു ദേഷ്യമുണ്ടാക്കുകയോ അല്ലെങ്കിൽ അവർ ഈ രാജ്യത്ത് അസംതൃപ്തരും വളരെ ഞങ്ങൾ അവഗണിക്കപ്പെട്ടവരുമാണെന്ന് പറയുന്ന ഒരു തോന്നലുണ്ടാവുകയോ ചെയ്യും. കൂടാതെ ഒരു മഹാഭൂരിപക്ഷത്തിനും ഈ രാജ്യം ഞങ്ങളുടേതാണ് എന്ന് പറയുന്ന തോന്നലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇലക്ഷനിൽ ജയിക്കാനും അധികാരത്തിലിരിക്കാനും കഴിയുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് നിങ്ങൾ അറിയേണ്ടത് ഈ വന്ദേ മാതരം ഒരു ഇഷ്യൂ ആയി വരുന്നത്. അല്ലാതെ വന്ദേ മാതരം എന്ന് പറയുന്ന ഒരു പാടിയാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കും കുഴപ്പമില്ല, മുഴുവൻ എവിടെ നിന്ന് വേണമെങ്കിലും പാടാം. പക്ഷെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക പരിപാടിയായി, ഔദ്യോഗിക ഗാനമായി അത് കൊണ്ടുവരേണ്ടതില്ല. കഴിഞ്ഞ ജനുവരിയിൽ അത്തരത്തിലുള്ള ഒരു ഡയറക്ഷൻ, ഇത് മുഴുവനും ചൊല്ലേണ്ടതാണ് എന്ന് പറയുന്ന ഒരു നിർദ്ദേശം ഗവൺമെൻറ് പുറപ്പെടുവിക്കുന്നു. ആ പുറപ്പെടുവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കോടതിയിൽ പോയപ്പോൾ കോടതി ഇടപെടാൻ വിസമ്മതിക്കുന്നു. കാരണം ഇതൊരു നിർദ്ദേശം മാത്രമാണ്, നിങ്ങൾക്ക് അനുസരിക്കണമെങ്കിൽ അനുസരിക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും ഗവൺമെൻറ് 1970 പാസ്സാക്കിയ നിയമത്തിന് ചില ഭേദഗതികൾ വരുത്തിക്കൊണ്ട് ചെറിയൊരു കാര്യം ചെയ്യുന്നു. അത് വന്ദേ മാതരം മുഴുവനായി പാടണമെന്നല്ല, പക്ഷെ വന്ദേ മാതരം എന്ന് പറയുന്ന ഗാനം ദേശീയ പതാകക്കും അതുപോലെ ദേശീയ ഗാനത്തിനുള്ള പ്രൊട്ടക്ഷൻ അതിനുകൂടി ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ അത് അതിനെതിരെയുള്ള ഡിസ്റ്റർബൻസോ അവഹേളനമോ ഒക്കെ തന്നെ ശിക്ഷിക്കപ്പെടാവുന്ന ഒരു കുറ്റമായി കൂടി മാറുന്നു. നമ്മൾ ദേശീയ പതാകയുടെയും അതുപോലെ ദേശീയ ഗാനത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ ഇതുണ്ട്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ദേശഗീതമായിട്ടുള്ള ബങ്കിം ചന്ദ്ര ചാറ്റർജി 1875 രചിച്ചിട്ടുള്ള ഈ പറയുന്ന വന്ദേ മാതരത്തിനും അത്തരത്തിലുള്ള ഒരു സ്റ്റാറ്റസ് കൂടി കൊടുക്കുന്നു. അത് അതിൻ്റെ മുഴുവൻ വരികൾക്കും കൊടുക്കുന്നു. ഇതാണ് നിലവിലുണ്ടായ പശ്ചാത്തലം. അപ്പോഴാണ് ഈ കഴിഞ്ഞ നമ്മുടെ ഇന്നലത്തെ 80ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മളെക്കാൾ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെ AICC ആസ്ഥാനത്ത് അവരുടെ ചരിത്രത്തിൽ ആദ്യമായി വന്ദേ മാതരം മുഴുവനായി പാടി. ഇതൊരു അബദ്ധം പറ്റിയതാണ്, ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ് എന്നൊക്കെ പറയുന്നു. കൂടാതെ ഇത് തടസ്സപ്പെടുത്താൻ വേണ്ടി യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ നമ്മുടെ സോണിയാഗാന്ധിയും ഒക്കെ ഒരു ഡിസ്റ്റർബൻസ് അവരുടെ മനസ്സിൽ കാണാം. പക്ഷേ തടസ്സപ്പെടുത്തിയെന്ന് തെളിയിക്കാവുന്ന കുറ്റങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല. പക്ഷെ അത് നിലനിൽക്കുമ്പോൾ തന്നെ അങ്ങനെ പാടി. ആ പാടി എന്ന് പറയുമ്പോഴാണ് നമ്മൾ അടുത്തൊരു ഘട്ടം കൂടി കാണുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളിൽ, അതായത് ഹിമാചൽ പ്രദേശ് അടക്കം അതുപോലെ തന്നെ കർണാടകത്തിലും അതുപോലെ തെലങ്കാനയിലും അടക്കം 3 സ്ഥലത്തും ഇത് പാടി. അതായത് കോൺഗ്രസിൻ്റെ ഒരു ഔദ്യോഗിക നിലപാട് 1937 എടുത്തിട്ടുള്ള ഞങ്ങൾ വന്ദേ മാതരത്തിൻ്റെ 2 സ്റ്റാൻസുകളെ അംഗീകരിക്കുന്നുള്ളൂ, മറ്റുള്ളത് അംഗീകരിക്കുന്നില്ല. കാരണം അത് മതേതരത്വത്തിന് വേണ്ടിയും സഹിഷ്ണുതയ്ക്ക് വേണ്ടിയും ഒക്കെ തന്നെ അത് മാറ്റേണ്ടതാണ്. 2 സ്റ്റാൻസുകൾ പാടിയാൽ മതി എന്നുള്ളതാണ്. അതിൽ നിന്ന് കോൺഗ്രസ് തലേദിവസം പുറകോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ വന്ദേ മാതരം പാടിയ ദിവസത്തെ യഥാർത്ഥത്തിൽ ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാകാനുള്ള ഒരു പടി കൂടി കടന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഇതിലിപ്പോൾ എന്താണ് ഇത്രമാത്രം പ്രശ്നമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. പ്രശ്നം എന്താണെന്ന് പറയാൻ ഞാനൊരു എക്സാമ്പിൾ കൂടി നിങ്ങളോട് ഉദ്ധരിക്കാം. 1529 ബാബറി മസ്ജിദ് എന്ന് പറയുന്ന മോസ്ക് പണിയുന്നത്. 1885 യഥാർത്ഥത്തിൽ അതിന്മേലുള്ള ഡിസ്പ്യൂട്ട് ആരംഭിക്കുന്നത്.
അത് ആ ഡിസ്പ്യൂട്ട് ആരംഭിച്ചതിന് ശേഷം 1949 എത്തുമ്പോൾ, അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി കുറച്ച് കൊല്ലങ്ങൾ കഴിയുമ്പോൾ, അതായത് രാമൻ്റെ ഈ പറയുന്ന ഐഡൽ അവിടെ എന്ത് ചെയ്യുന്നു, പ്രതിഷ്ഠിക്കപ്പെടുന്നു എന്നുള്ളത് നിങ്ങൾ അറിയണം. 1950 ഒരു ഹിന്ദു ഈ പറയുന്ന പോലെ ഭാഗത്ത് നിന്നുള്ള 2 സ്യൂട്ടുകൾ വരുന്നു അങ്ങോട്ട്. ആ സ്യൂട്ടുകൾ, അതായത് കോടതിയിലേക്ക് കേസുകൾ വരുന്നു. 1959 മുസ്ലിം ഭാഗത്ത് നിന്നുള്ള ഒരു സ്യൂട്ട് വരുന്നു. അത് UPയുടെ സുന്നി വഖഫ് ബോർഡാണ് അത്തരത്തിലുള്ള ഒരു സ്യൂട്ട് ഉണ്ടാക്കുന്നത്, സ്യൂട്ട് കൊടുക്കുന്നത്. 1950 കൊടുത്തിട്ടുള്ള 2 സ്യൂട്ടുകൾ, ഒന്ന് ഗോപാൽ സിംല എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ പരമഹംസ രാമചന്ദ്രദാസ് എന്ന് പറയുന്ന 2 പേരും കൂടി ചേർന്നിട്ടാണ് സ്യൂട്ടുകൾ കൊടുക്കുന്നത്. 1984 രാമജന്മഭൂമി മൂവ്മെന്റ് ആരംഭിക്കുന്നു, VHP എന്ന് പറയുന്ന വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്നത്. അടുത്ത നിങ്ങൾ അറിയേണ്ടത് ഫെബ്രുവരി 1986 ശ്രദ്ധിക്കണം നിങ്ങൾ, 1986 യഥാർത്ഥത്തിൽ അവിടെ ഇന്നർ ഗേറ്റ്, അതിൻ്റെ അകത്തുള്ള ഒരു ഗേറ്റ് എന്ത് ചെയ്യുന്നു, ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. ആ ഗേറ്റ് ഓപ്പൺ ചെയ്തതുപോലെയുള്ള ഒരു മുഹൂർത്തമാണ് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന വന്ദേ മാതരം പാടിയതിലൂടെ ഇന്ത്യയിൽ സംഭവിച്ചത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഗേറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തപ്പോഴും അതൊരു ചെറിയ ഗേറ്റ് അല്ലേ, അതൊന്ന് തുറന്നു കൊടുത്തെന്നല്ലേ ഉള്ളൂ. അത് ചെറിയ പൂജകൾ അവിടെ ഈ പറയുന്ന പോലെ ഹിന്ദുക്കൾക്ക് പൂജ നടത്താനൊക്കെയുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുത്തല്ലേ ഉള്ളൂ എന്നാണ് കോൺഗ്രസ് ഒക്കെ അതിനെ ന്യായീകരിച്ചത്. അങ്ങനെ കൊടുക്കാനിടയായ ഒരു സാഹചര്യം കൂടിയുണ്ട്. 1986 തന്നെ ബിൽക്കിസ് ബാനു കേസ് വരികയും ആ കേസിൽ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറഞ്ഞ് ഭർത്താവിനെതിരെ വിധിയുണ്ടാവുകയും ചെയ്തപ്പോൾ ഒരു മുസ്ലിം അപ്പീസ്മെൻറ്റിൻ്റെ ഭാഗമായി, അതായത് 42 കൊല്ലം ഒരുമിച്ച് ജീവിച്ചിട്ടുള്ള ഒരു വിധവയായിട്ടുള്ള സ്ത്രീ കേസ് കൊടുത്തപ്പോൾ ആ കേസിന് അനുകൂലമായി വിധിയുണ്ടായപ്പോൾ ആ വിധിയെ മറികടക്കുന്നതിന് വേണ്ടി പ്രത്യേക നിയമം രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് പാസ്സാക്കി. അപ്പോൾ അതൊരു മുസ്ലിം അപ്പീസ്മെൻ്റ് ആണ്, മുസ്ലിമിലെ യാഥാസ്ഥിതികരായിട്ടുള്ള ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ആ വിധി എന്നുള്ള തോന്നലുണ്ടാക്കിയപ്പോൾ അതിന് പകരമായി തൊട്ടിപ്പുറത്ത് ഒരു സോഫ്റ്റ് ഹിന്ദുത്വ നിലപാടുകൾ എടുത്തുകൊണ്ട് ഒരു ഹിന്ദു അപ്പീസ്മെൻറ്റ് കൂടി നടത്തിയേക്കാം, ഒരു ഹിന്ദു പ്രീണനം കൂടി നടത്തിയേക്കാമെന്ന് പറഞ്ഞാണ് 1986 ഇത്തരത്തിലുള്ള തീരുമാനം രാജീവ് ഗാന്ധി എടുക്കുന്നത്. എടുക്കുമ്പോൾ അദ്ദേഹത്തിന് രാജീവ് ഗാന്ധിയുടെ കോൺഗ്രസിന് 444ഓളം വരുന്ന സീറ്റുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. പക്ഷേ ഈ തീരുമാനങ്ങളുടെ ഭാഗമായി ഏറ്റവും ഒടുവിൽ എന്ത് സംഭവിച്ചു എന്ന് കൂടി അറിയണം. 1989 ഇതുമായി ബന്ധപ്പെട്ട് നവംബർ 9 അവിടെ ശിലാന്യാസം പെർഫോം ചെയ്യാനായിട്ട്, അതായത് ശില പാകാനായിട്ടുള്ള ഈ പറഞ്ഞ പോലെ പെർമിഷൻ കൊടുക്കുന്നു രാജീവ് ഗാന്ധി VHPക്ക് വേണ്ടിയിട്ട്. അവിടെ ഡിസ്പ്യൂട്ടഡ് ഏരിയയിൽ, അതായത് അവിടെ തർക്കമുള്ള ഏരിയയുടെ തൊട്ടടുത്ത് അത്തരത്തിലുള്ള ശിലാന്യാസത്തിന് വേണ്ടിയിട്ടുള്ള അനുമതി കൊടുക്കുന്നു. 1989 തന്നെ എല്ലാ ടൈറ്റിൽ സ്യൂട്ടുകളും എന്ത് ചെയ്യുന്നു, അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കൂടുതലൊന്നും പറയേണ്ടല്ലോ. സെപ്റ്റംബർ 25, 1990 LK അദ്വാനി രഥയാത്ര എന്ന് പറയുന്ന പരിപാടി ലോഞ്ച് ചെയ്യുന്നു. അത് നിങ്ങൾക്കറിയാം, അത് ഗുജറാത്തിലെ സോമനാഥിൽ നിന്ന് അയോധ്യ വരെയുള്ള, UPയിലെ അയോധ്യ വരെയുള്ള രഥയാത്ര എന്ത് ചെയ്യുന്നു, പൊട്ടിപ്പുറപ്പെടുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നിരവധി വർഗീയ ലഹളകൾ നമ്മുടെ രാജ്യത്തുണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ ഡിസംബർ 6, 1992 നിങ്ങൾ അറിയേണ്ടത്, കൃത്യമായി പറഞ്ഞാൽ 1986 ഇത് തുറന്നു കൊടുത്തതിന് ശേഷമുള്ള കേവലം 6 കൊല്ലങ്ങൾ കൊണ്ട് ബാബറി മസ്ജിദ് എന്ത് ചെയ്യുന്നു, തകർക്കപ്പെടുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ലിബർഹാൻ കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷൻ ഉണ്ടാകുന്നു. ഇസ്മായിൽ ഫാറൂഖിയുടെ 1994 ജഡ്ജ്മെൻറ്റുകൾ ഉണ്ടാകുന്നു. ഞാനിത് വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ 2010 അലഹബാദ് ഹൈക്കോടതി ഈ പറയുന്ന പോലെ ലാൻഡ് എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്യുന്നു. 2011 അതിനെ സുപ്രീം കോടതി എന്ത് ചെയ്യുന്നു, സ്റ്റേ ചെയ്യുന്നു. 2019 ജാനുവരിയിൽ ഒരു നിവർത്തിയുമില്ലാതെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ചോദിക്കുന്നു, യഥാർത്ഥത്തിൽ ഈ പറയുന്ന 2017 അന്നത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ടുള്ള ഖേഹർ ചോദിക്കുന്നു, ഇതൊരു ഔട്ട് ഓഫ് ദ കോർട്ട് സെറ്റിൽമെൻറ്റ് പൊയ്ക്കൂടെ എന്ന് ചോദിക്കുന്നു. 8, 2019 ജാനുവരിയിൽ ജസ്റ്റിസ് ഗൊഗോയും 5 പേരടങ്ങുന്ന DY ചന്ദ്രചൂഡ് അടക്കമുള്ള 5 പേരടങ്ങുന്ന ബെഞ്ച് ഇതിന്മേൽ വിധി പ്രഖ്യാപിക്കുമ്പോൾ ഒരു ലാൻഡിന്മേലുള്ള ഡിസ്പ്യൂട്ടിൻ്റെ പുറത്ത് വിധി പ്രഖ്യാപിക്കുന്നത് പോലെയല്ല അവർ പ്രഖ്യാപിച്ചത്. യഥാർത്ഥത്തിൽ അന്ന് പ്രഖ്യാപിക്കപ്പെട്ടത് ഒരു ഈ പറയുന്ന പോലെ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ജഡ്ജ്മെൻ്റ് ആയിരുന്നു. കാരണം ഇതിൻ്റെ പുറത്ത് ഈ രാജ്യം വിഭജിക്കപ്പെടരുതെന്നും ഇതിവിടെ നിലനിൽക്കണമെന്നും വിചാരിച്ച് ഒരു ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങി നിയമം നോക്കാതെയുള്ള ഒരു സെറ്റിൽമെൻറ്റിലേക്ക് എത്തുന്നു. ആ സെറ്റിൽമെൻറ്റ് വിധിയുണ്ടാകുന്നു. കൂടാതെ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ആ വിധിയിൽ ആരൊക്കെയാണ് എന്നുള്ള പേര് വെക്കാതിരിക്കുന്നു, ഒപ്പിടാതിരിക്കുന്നു. അത് ആരാണ് എന്ന് പോലും തിരിച്ചറിയാത്ത രീതിയിൽ 5 പേരടങ്ങിയ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് അത്തരത്തിലൊരു വിധി പ്രഖ്യാപിക്കുന്നു.
ആ വിധി പ്രഖ്യാപിച്ചതിന് ശേഷം 1992 ശേഷം 1986 ശേഷം ഇന്ത്യൻ രാഷ്ട്രീയം എങ്ങനെയാണ് മാറിയത് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് ഓർക്കണം. വെറും ഒരു ലോക്ക് തുറന്നു കൊടുത്തതാണ്, അവിടെ ഒന്ന് പൂജ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത് എന്ന് നിങ്ങൾ ആലോചിക്കണം. അത്തരത്തിൽ കോൺഗ്രസ് ചെയ്തൊരു വിട്ടുവീഴ്ചയുടെ കഥ ഓർത്തുകൊണ്ട് വേണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കാൻ. ഈ പറയുന്ന പോലെ വന്ദേ മാതരത്തിലും ഒരു വിട്ടുവീഴ്ച ചെയ്യുന്ന, കേരളം ഒഴികെ അവർ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് പാടാൻ അനുവദിച്ച, AICC ആസ്ഥാനത്തും പാടാൻ അനുവദിച്ച കോൺഗ്രസിന് മനസ്സിലായില്ല ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന, ഇന്ത്യയുടെ ഈ പറയുന്ന പോലെ പുരോഗതിയെയും ഇന്ത്യയുടെ വളർച്ചയെയും ബാധിക്കുന്ന, നൂറുകണക്കിന് മനുഷ്യരെ ബാധിക്കുന്ന, മൈനോറിറ്റികളെ വീണ്ടും അരക്ഷിതാവസ്ഥയിൽ നിന്ന് അരക്ഷിതരാണ് എന്ന് പറയുന്ന ഒരു ബോധ്യത്തിലേക്ക് തള്ളിവിടുന്ന, ഒരുപക്ഷെ ഭാവിയിൽ ഒരു ഹിന്ദു രാഷ്ട്രമാകാൻ കൂടി സാധ്യതയുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ എടുത്തതെന്നും അതിൽ നിന്ന് പിന്നോട്ട് നടക്കാൻ കഴിയില്ലെന്നും കോൺഗ്രസ് മനസ്സിലാക്കണം. രാജീവ് ഗാന്ധിയുടെ കാലത്ത് 440-ലധികം സീറ്റുകൾ ഉണ്ടായിരുന്ന കോൺഗ്രസ് പിന്നീട് 44 സീറ്റുകളിലേക്ക് എങ്ങനെയാണ് എടുത്തെറിയപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഈ 1986 എടുത്ത ഏറ്റവും തെറ്റായ തീരുമാനമുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. 92 അനങ്ങാതിരുന്ന ഈ പറഞ്ഞ കോൺഗ്രസ് കേന്ദ്ര ഗവൺമെൻറ് ഒരു തീരുമാനവും അതുപോലെ തന്നെ അലസതയും ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ അറിയണം. യഥാർത്ഥത്തിൽ അതുപോലൊരു തീരുമാനമാണിത്. കാരണം ഇന്ത്യയെപ്പോലൊരു രാജ്യം ഇതുപോലെ തന്നെ നിലനിൽക്കണമെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സഹിഷ്ണുത കൂടി നമുക്ക് വേണ്ടതുണ്ട്. 1986 തന്നെ ഒരു കേസ് സുപ്രീം കോടതി കേട്ടിരുന്നു. ആ കേസ് എന്ന് പറയുന്നത് ബിജോയ് ഇമ്മാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന കേസാണ്. കീഴൂരിലെ 3 കുട്ടികൾ അതും ചെന്ന് ഒരു കേസ് കൊടുത്തു. അവർ യഹോവ വിറ്റ്നസ് എന്ന് പറയുന്ന, യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട വിശ്വാസികളായിരുന്നു അവർക്ക് ദൈവരാജ്യമാണ് അവർ അതിർത്തികളെ പോലും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ജനഗണമന പാടാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് അവർ കോടതിയിൽ പോയത്. ഹൈക്കോടതി അവർക്കെതിരെ വിധിയുണ്ടായിട്ടും സുപ്രീം കോടതി അവർക്ക് അനുകൂലമായി വിധിക്കുകയും ആ കുട്ടികളെ പഠിക്കാൻ അനുവദിക്കണമെന്ന് പറയുകയുമാണ് ചെയ്തത്. പക്ഷെ കുട്ടികൾ അവിടെ പിന്നീട് തുടർന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷെ പ്രധാനപ്പെട്ടൊരു കാര്യം, അത്തരത്തിൽ ഇന്ത്യയുടെ ഈ പറഞ്ഞ പോലെ പരമാധികാരം ഉയർത്തിപ്പിടിക്കുന്ന സുപ്രീം കോടതി പോലും വളരെ സഹിഷ്ണുതയോടുകൂടി നിങ്ങൾ അപമാനിക്കാതിരുന്നാൽ മതി, നിങ്ങൾ അതിനെ അവഹേളിക്കാതിരുന്നാൽ മതി, നിങ്ങൾ ബഹുമാനിക്കണം, എഴുന്നേറ്റ് നിൽക്കണം, പക്ഷെ നിങ്ങൾ കൂടെ ചൊല്ലണമെന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജനതയെ കൂടെ പിടിച്ചു നിർത്തിയ സഹിഷ്ണുതയാണ് ഇത്രയും കാലം ഇന്ത്യയെ കൂടെ കൊണ്ടുപോയത്. വാഷിങ്ടൺ പോസ്റ്റും അതുപോലെ തന്നെ ന്യൂയോർക്ക് ടൈംസും മറ്റ് വലിയ പാശ്ചാത്യ മാധ്യമങ്ങളും ഒക്കെ എഴുതിയ പോലെ ഇന്ത്യ ഏതാണ്ട് 10, 15, 20 കൊല്ലം കഴിയുമ്പോൾ തകർന്നു പോകുമെന്ന് വിചാരിച്ച ഇന്ത്യ വളർന്ന് പരന്ന് പന്തലിക്കുകയും വളരെ ശക്തമായ ഒരു രാഷ്ട്രമായി മാറുകയും ചെയ്തതിൻ്റെ പിന്നിൽ ഈ പറയുന്ന ബഹുസ്വരതയും നാനാത്വത്തിൽ ഏകത്വവും യൂണിറ്റിയും ഡൈവേഴ്സിറ്റിയും മുറുകെ പിടിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളുണ്ട് എന്നറിയണം. അത്തരത്തിലുള്ള ഗുണങ്ങളെ തകർക്കാൻ വേണ്ടി കൂടിയാണ് ഭാരതാംബയും ഇതുപോലെ തന്നെ ബാബറി മസ്ജിദും ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടത് വന്ദേ മാതരവുമായി ആളുകൾ വന്നിട്ടുള്ളത്. അതിനെതിരെ കൃത്യമായി പ്രതികരിക്കാൻ, അതിൻ്റെ ആഴത്തിലുള്ള പ്രത്യയശാസ്ത്ര അടിത്തറ മനസ്സിലാക്കാൻ പോലും കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല. കോൺഗ്രസ്സിന് ഇനി പഠിക്കാൻ നെഹ്റുവിനെയും ഈ പറഞ്ഞ ടാഗോറിനെയും മഹാത്മാഗാന്ധിയും ഒക്കെ വീണ്ടും വിളിച്ച് അവരുടെ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യേണ്ട ഗതികേടിലാണ് കോൺഗ്രസ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.